ഹരിയാനയിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ യുവതിയുടെ മൃതദേഹം സ്യൂട്ട് കേസിലാക്കി ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച സംഭവം രാജ്യത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. റോഹ്തക് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹിവാനി നർവാളിനെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും വ്യക്തിപരമായ വിരോധവുമെന്ന് സംശയിക്കുന്നുണ്ട്. ഇതോടെ 13 വർഷം മുൻപുള്ള ഹിമാനിയുടെ സഹോദരന്റെ കൊലപാതകവും ചർച്ചയാവുകയാണ്. ഹരിയാനയിലെ സോനപത് ജില്ലയിലെ കതുറ സ്വദേശി ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. രാവിലെ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു സ്യൂട്ട് കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതോടെ യാത്രക്കാരനാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റോഹ്തക്കിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് വിദഗ്ധർ സ്ഥലം പരിശോധിച്ചു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വേറെവിടെയോ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. टीम लगातार लगी हुई है. कल से ही जब से सूचना हमारे पास आई थी उसी टाइम से पूरा प्रशासन अलर्ट है. टीमें लगी हुई हैं, अलग अलग 3-4 टीमें हैं. साइंटिफिक एंगल जो भी उन पर काम कर रहे हैं, जो भी साइंटिफिक चीज़ें हैं, कैमरा, CCTV कैमरा वगैरह, वो जो भी साइंटिफिक एविडेंस कोई भी हो सकते हैं, उन पर काम चल रहा है. और जो भी उनके आधार पर जैसा निष्कर्ष निकलेगा उसी हिसाब से कार्रवाई जारी रहेगी. റോഹ്തക് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ് 23-കാരിയായ ഹിമാനി. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിലെത്തിയപ്പോൾ സജീവ സാന്നിധ്യമായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഹിമാനിയുടെ പെട്ടെന്നുള്ള വളർച്ചയും മുതിർന്ന നേതാക്കളുമായുള്ള അടുപ്പവും മറ്റുള്ളവർക്കിടയിൽ വൈരാഗ്യത്തിന് കാരണമായിരുന്നതായി അമ്മ സവിത ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, News 18.